എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ പഞ്ചിങ് ആർട്ട് ചെയ്യുമ്പം ബാക്കിലൊക്കെ ഒട്ടിക്കുക, ഇത് വലിക്കുമ്പോൾ പോരൂലേ, അങ്ങനെയൊക്കെ കെട്ടുകയാണോ ചെയ്യുകയെന്നൊക്കെ. കെട്ടിയാലും പോരും. അപ്പോൾ അതാണ് ഈ വീഡിയോയിലോട്ട് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ബാക്ക് എടുത്തിട്ട് പശനെ കൊണ്ടാണ് കേട്ടോ ഒട്ടിക്കുക. അത് അവിടെ കുറച്ച് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് പശയാക്കിയിട്ട് ഇതായി കൊടുക്കുക. ഞാൻ ബാക്കോട്ട് അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ നിർത്തിക്കുന്നത്, കാരണം ഞാൻ ഇങ്ങനെ അമർത്തുമ്പോൾ കയ്യിൽ പോരുന്നുണ്ട്. ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതളിൻ്റെ ബാക്കി ചെയ്യാം കേട്ടോ. ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ അത്ര ഇതൊന്നും വശമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിതത്ര അറിഞ്ഞൂടാ. അധികം ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുമാതിരി പഞ്ചിങ് ആർട്ട് ഇത്ര സ്പീഡിലൊന്നും ചെയ്യില്ല, നമ്മളുടെ വീഡിയോൻ്റെ കനാണ് ഇത്. ഞാൻ അടുത്ത മഞ്ഞ കളറ് ഇട്ട് കൊടുക്കാനുള്ള ശ്രമമാണ്. അത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വേറെ പോരുന്നുണ്ട്. അത് ആദ്യം ഇട്ട് കൊടുത്തു, അന്നേരം അതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് കഴിച്ചെന്ന്. എനിക്ക് ദേഷ്യം വന്ന് നിൽക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ക്ഷമ എനിക്ക് വേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഞാനിങ്ങനെ പഞ്ചിങ് ആർട്ടും ഇങ്ങനത്തെ ക്ഷമ വേണ്ടുന്ന ഇതൊക്കെ ചെയ്യണത് കേട്ടോ. ഈ ക്ഷമ കുറച്ച് കുറവാണ്. ഇപ്പം ക്ഷമയായി വരുന്നുണ്ട്. പിന്നെ നെടുക്ക് ഞാൻ മഞ്ഞ കളറ് ഇങ്ങനെ ആയിക്കൊടുത്തു. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാണ്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്കും ഇഷ്ടപ്പെടില്ല. ഇത് ഒട്ടും ഗുണമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഇനി അതൊക്കെ ഒട്ടിച്ചെടുക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ ശരി എന്നാൽ.